ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ ഫോളോയിങ് ആർ ദ ബാലൻസസ് ഓഫ് ആകാശ് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2019. ദെൻ ട്രയൽ ബാലൻസസ് നമുക്ക് തന്നിരിക്കുന്ന ബാലൻസസ് ഓഫ് ആകാശാണ്. ദാറ്റ് മീൻസ് ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റിന്നും ഡെബിറ്റിന്നും രണ്ട് പാർട്ടാക്കിയിട്ട് തന്നിട്ടുണ്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റിലുള്ള സംഭവങ്ങൾ, ക്രെഡിറ്റിലുള്ള ഐറ്റംസ്, ദാറ്റ് ഈസ് ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, സെയിൽസ്, ജനറൽ റിസർവ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഇവിടെ വന്നിരിക്കുന്ന എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം ക്യാപിറ്റൽ, പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസസ്, ദെൻ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ഓക്കെ. പിന്നെ അസറ്റ്സിൻ്റെ വാല്യൂ കുറയുന്നു, അസറ്റ്സ് വാല്യൂ റിഡക്ഷൻ. ദാറ്റ് മീൻസ് ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ബാഡ് ആവുന്നതാണ് അല്ലേ, അതിനുള്ള പ്രൊവിഷൻ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അതും ഏതിലാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിൽ. ഇത്രയും ഐറ്റംസാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ദെൻ ഡെബിറ്റ് സൈഡിൽ വരുന്നത് നമുക്കറിയാം ഡെബിറ്റ് ബാലൻസസ് ഉള്ളത് അസറ്റ്സ്, എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ഇത്രയാണ് ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഒന്നെങ്കിൽ അസറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പെൻസസ് ആയിരിക്കും, അല്ലെങ്കിൽ ലോസസ് ആയിരിക്കും. ഇതിൽ മൂന്നെണ്ണത്തിലായിരിക്കും ഡെബിറ്റ് സൈഡിൽ വരുന്നത്. നമുക്ക് ഇതിലുള്ള ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിലുള്ള ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ഇതൊക്കെ എങ്ങോട്ടാണ് പോവുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോവുക അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോവുക. ഇവിടെയുള്ള എക്സ്പെൻസസ് ആൻഡ് ലോസസ് അതും ഏതിലേക്കാണ് പോവുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോവുക. നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഷെയർ ക്യാപിറ്റൽ എവിടെ പോകുന്നത്? ബാലൻസ് ഷീറ്റിലാണ് അല്ലേ. ദെൻ 12% ഡിബെഞ്ചേഴ്സ്, ദിസ് ഇസ് എ ലോണാണ്, ലോൺ ടേക്കൺ ഫ്രം അല്ലെങ്കിൽ ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം പബ്ലിക് ഫോർ ക്രെഡിറ്റ് അല്ലേ, ബാലൻസ് ഷീറ്റിലാണ് പോവുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതും എവിടെയാണ് പോവുക? ബാലൻസ് ഷീറ്റിലാണ് പോവുക. പ്രീവിയസ് ഇയേഴ്സിലുള്ള പ്രോഫിറ്റാണത്. ബിൽസ് പേയബിൾ ഇസ് എ ലയബിലിറ്റി, ബാലൻസ് ഷീറ്റിലാണ് പോകുന്നത്. ക്രെഡിറ്റേഴ്സ് ഇസ് എ ലയബിലിറ്റി, ബാലൻസ് ഷീറ്റിലേക്കാണ്. സെയിൽസ് എവിടെയാണ് ഉണ്ടാവുക? പ്രോഫിറ്റ് ഇസ് എ ഇൻകം ആണ് അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലാണ്. ജനറൽ റിസർവ്സ് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ് പോകുന്നത്. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾഡ് പ്രൊവിഷൻ എവിടെയാണ്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന പ്രൊവിഷന് നമ്മൾ എന്താ പറയുന്നത്? ഓൾഡ് പ്രൊവിഷൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡെബിറ്റ് എമൗണ്ടുകൾ നോക്കാം. ഫസ്റ്റ് വൺ പ്രെമിസസ് ഇസ് എ അസറ്റാണ് അല്ലേ, അസറ്റ് ആകുമ്പോൾ ബാലൻസ് ഷീറ്റിലേക്കാണ് പോകുന്നത്. ദെൻ പ്ലാന്റ് ഈസ് എ ബാലൻസ് ഷീറ്റ് അസറ്റ്, ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നു. സ്റ്റോക്ക് നോക്കണേ, നമുക്കറിയാം ഷെഡ്യൂൾ 3 പ്രകാരം സ്റ്റോക്ക് എവിടെ വരുന്നത്? ഇവിടെ വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് അല്ലേ. നമുക്കറിയാം ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അതായത് എക്സ്പെൻസസിൽ ഫസ്റ്റ് വരുന്നത് എക്സ്പെൻസസ് എന്നുള്ള ഹെഡിങ്ങിൽ നമുക്കറിയാം മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നാണ് ഇത്. മെറ്റീരിയൽ കൺസ്യൂംഡ് ഉണ്ടാകണം നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് വേണം, ദെൻ പ്ലസ് പർച്ചേസസ് വേണം, ദെൻ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത ഐറ്റംസ്, ഇതാണ് ഫസ്റ്റ് ഐറ്റം. പിന്നെ അടുത്ത ഐറ്റം എന്നാണ് പർച്ചേസസ്. ദെൻ അടുത്ത ഐറ്റമാണ് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ്. ഇതിലേതെങ്കിലും ഒന്ന് ഇതുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാണ് ഉണ്ടാവുക?
ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലാണ്. ദെൻ ഡെപ്റ്റേഴ്സ് ഇസ് എ അസറ്റ് ബാലൻസ് ഷീറ്റിൽ. ഗുഡ്വിൽ ഇസ് എ ഇൻടാഞ്ചിബിൾ അസറ്റ് ബാലൻസ് ഷീറ്റ്. ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബാങ്ക് ബാലൻസ് ഷീറ്റിൽ. കോൾസ് ഇൻ അരിയർ എവിടെ കാണിക്കാം? ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കാം, ബാലൻസ് ഷീറ്റിലാണ്. ദെൻ ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ദെൻ പർച്ചേസസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദെൻ പ്രിലിമിനറി എക്സ്പെൻസസ് കാണിക്കുന്നത് ശ്രദ്ധിക്കണേ. പ്രിലിമിനറി എക്സ്പെൻസസ് പറയാം എങ്ങനെയാണ് കാണിക്കേണ്ടത്. പ്രിലിമിനറി എക്സ്പെൻസ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. നമ്മൾ ചെറിയ എമൗണ്ടൊക്കെയാണ്, ഇപ്പോൾ ഇവിടെ വലിയ എമൗണ്ടാണ്, 50,000 ആണ്. 50,000 ആകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയ എമൗണ്ട് ആണെങ്കിൽ കാണിക്കും. പിന്നെ അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടുകളാണ് ഏതിൽ കാണിക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ അത് വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് 50,000 എന്നുള്ളത്. സോ ഇസ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. വേജസ് ഇസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. ജനറൽ എക്സ്പെൻസ് ഒരു അതർ എക്സ്പെൻസസിൽ വരും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ. സാലറീസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. ബാഡ് ഡെപ്റ്റ് ഇസ് അതർ എക്സ്പെൻസസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ് ഇസ് ഓൾസോ എക്സ്പെൻസസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ്. ദെൻ ഇനി നോക്കാം. നമുക്കറിയാം അഡീഷണൽ ഇൻഫോർമേഷനിൽ തന്നിരിക്കുന്നത് 2 ടൈംസ് ആണ്. 2 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യണം. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ടൈംസ് അഡീഷണൽ ഇൻഫർമേഷൻ. ഡിപ്രീഷിയേറ്റഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ബാലൻസ് ഷീറ്റിലും കാണിക്കണം ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലും കാണിക്കണം. ഇവിടെ നോക്കുക, റൈറ്റ് ഓഫ് 5,000 ഫ്രം ദ പ്രിലിമിനറി എക്സ്പെൻസസ്. അതായത് ഈ 50,000 ഉള്ളതിൽ 5,000 ആണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അതെവിടെ കാണിക്കണം? നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കണം. അതേപോലെ ബാലൻസ് ഷീറ്റിലും കാണിച്ചിരിക്കണം. ഓക്കെ. ദെൻ ഹാഫ് ഇയേഴ്സ് ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ. എന്നാൽ ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്. ഹാഫ് ഇയേഴ്സ് ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ. ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഇവിടെ കാണിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലും കാണിക്കണം. അതേപോലെ ഡ്യൂ ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഒരു ലയബിലിറ്റിയാണ്. ഒരേ സമയം അത് എക്സ്പെൻസസ് ആയിട്ട് കാണിക്കുമ്പോഴാണ്, അതേപോലെ ലയബിലിറ്റി ആയിട്ട് കാണിക്കുമ്പോഴാണ്. ദെൻ ക്രിയേറ്റ് പ്രൊവിഷൻ ഓൺ ഡെപ്റ്റേഴ്സ് ഓഫ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ദിസ് ഈസ് എ ന്യൂ പ്രൊവിഷൻ എന്ന് പറയും. ന്യൂ പ്രൊവിഷൻ ഇതും നമുക്കിവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലും കാണിക്കണം. ദെൻ പ്രൊവൈഡ് ഫോർ ഇൻകം ടാക്സ് പ്രൊവിഷൻ. ദാറ്റ് ഈസ് പ്രൊവൈഡ് ഫോർ ഇൻകം ടാക്സ് മീൻസ് ഇൻകം ടാക്സ് പ്രൊവിഷൻ. ഇതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും കാണിക്കണം ആൻഡ് ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ദെൻ സ്റ്റോക്ക് ഈസ് 31st മാർച്ച്. ഇത് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലുള്ളതാണ് അല്ലേ. 31st മാർച്ചിൽ ബാലൻസസ് ആണ്. അപ്പോൾ ട്രയൽ ബാലൻസിൽ കാണിച്ചിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. Statement of profit and loss for the year ending 31st March 2019. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോട്ട്സ് നമുക്കിവിടെ എഴുതി പോവാം. നോട്ട്സ് ഇങ്ങനെ 2 എണ്ണം വരയ്ക്കാം. ഓക്കെ. ഇവിടെ ഒരു നോട്ട് കോളം കൊടുക്കണേ. ഫസ്റ്റ് അറിയാം നമുക്ക് ഏതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം
ഓപ്പറേഷൻസ്. നോട്ട് നമ്പർ 1 കൊടുക്കുക. ദെൻ 1 പോവുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. നമുക്കറിയാം ഏതാണ് ഇവിടുത്തെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്നുള്ളത്. ഇപ്പോൾ റവന്യൂ ഏത് സൈഡിലാണ് ഉണ്ടാവുക? ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ? റവന്യൂ എന്ന് പറയുമ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ ഏത് സൈഡിലാണ് ഉണ്ടാവുക? ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. സെയിൽസ്. നമ്മൾ എടുത്തതിന് എന്ത് ചെയ്യുക? ചെറിയ ടിക്കറ്റ് കൊടുക്കുക. സെയിൽസ് 41,50,000. ദെൻ അടുത്തത് അതർ ഇൻകം. ഇൻകം ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവും. അതർ ഇൻകംസ് ഒന്നും നമുക്ക് കാണുന്നില്ല. അതൊക്കെ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ പിന്നെ കാണുന്നില്ല. പിന്നെ പ്രൊവിഷനാണ്. ദിസ് ഇസ് എ ഓൾഡ് പ്രൊവിഷനാണ്. അപ്പോൾ വേറെ ഇൻകംസ് ഒന്നും കാണുന്നില്ല. അതേപോലെ അഡീഷണൽ ഇൻഫർമേഷനിലും ഇൻകംസ് ഒന്നും കാണുന്നില്ല. സോ അതർ ഇൻകം നില്ലാണ്. ജസ്റ്റ് ഇടുക. ദെൻ ടോട്ടൽ ഇൻകം 41,50,000. ഓക്കെ. ദെൻ അത് കഴിഞ്ഞ് എക്സ്പെൻസസിൻ്റെ ഹെഡ് എക്സ്പെൻസസ് ഫസ്റ്റ് നമുക്ക് നോക്കാം. മെറ്റീരിയൽ കൺസ്യൂംഡ്. സോ നോട്ട് നമ്പർ 2 മെറ്റീരിയൽ കൺസ്യൂംഡ് വേണ്ട. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ ഉണ്ടാവാം? ഇവിടെ നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് സ്റ്റോക്ക് 7,50,000. ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് 9,50,000. ദെൻ പർച്ചേസസ് 18,50,000. ഇത് ഇത്രയും വരുന്നുണ്ട്. ഇത്രയും നമ്മൾ ടിക്കിടുക. സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. ദെൻ പർച്ചേസസ്. ദെൻ ഇവിടെ ഡബിൾ ടിക്ക് വരുന്നത് 1 ടിക്ക് വന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അപ്പോൾ എത്രയും എടുക്കാം നമ്മൾ. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് 7,50,000. ദെൻ പ്ലസ് പർച്ചേസസ് 18,50,000. ആഡ് ചെയ്യുക. $18,50,000 പ്ലസ് 7,50,000. ഇറ്റ് ഈസ് 26 lakh മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 9,50,000 മൈനസ് 9,50,000. that is net result is 16,50,000. ഓക്കെ. ദെൻ അടുത്തത് പർച്ചേസസ്. ഇനി പർച്ചേസസ് കാണിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ്. ഇതും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ പർച്ചേസസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 3 ഇവിടെ എന്ത് ചെയ്ത് ഓക്കെ. ദെൻ അടുത്തത് ഏതാ?
പർച്ചേസസ് കഴിഞ്ഞാൽ ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസും കഴിഞ്ഞാൽ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സ്പെൻസസുകളാണ് ഇനി എഴുതേണ്ടത്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുന്നുണ്ട്. തേർഡ് വൺ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് എഴുതണം. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ഇപ്പോൾ എംപ്ലോയിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സ്പെൻസസുകൾ ഏത് സൈഡിലാണ് ഉണ്ടാവുക? ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. അവിടെ എല്ലാ എക്സ്പെൻസസുകൾ നോക്കാം. അങ്ങനെ വരുമ്പോൾ വേജസ് ഒരു എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. ദെൻ സാലറീസ്. ഇതിന് ഔട്ട്സ്റ്റാൻഡിങ്ങോ പ്രീപെയ്ഡോ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇവിടെ അഡീഷണൽ ഇൻഫർമേഷനിൽ ഇവിടെ ഡിപ്രീസിയേഷൻ ഉണ്ട്, പ്രിലിമിനറി എക്സ്പെൻസസ് ഉണ്ട്, ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് ഡ്യൂ ആൻഡ് ക്രെഡിറ്റ് പ്രൊവിഷൻ. ഓക്കെ, അപ്പോൾ സാലറീസിനും വേജസിനും ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്താൽ മതി. സാലറീസ് റെക്കോർഡാണ് 2,02,250. then wages 9,79,800. ടോട്ടലാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11,82,050. ഓക്കെ, അപ്പോൾ ഇവിടെ 11,82,050. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് എമൗണ്ട് 9,79,800. ഓക്കെ, അപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് കഴിഞ്ഞാൽ ഫൈനാൻസ് കോസ്റ്റ്. ഫൈനാൻസ് കോസ്റ്റ് നോട്ട് നമ്പർ 4. സോ ഫൈനാൻസ് കോസ്റ്റ്. അപ്പോൾ ഫൈനാൻസ് റേസ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള കോസ്റ്റുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? മെയിനായിട്ട് വരുന്നത് ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് അങ്ങനത്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ്പെൻസസിൻ്റെ സൈഡിൽ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്? ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ് ഫൈനാൻസ് കോസ്റ്റാണ്. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ് അതിന് എന്ത് ചെയ്യണം? നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ്ങോ പ്രീപെയ്ഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. ഇവിടെ ഉണ്ട് ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇതാ ഹാഫ് ഇയേഴ്സ്. തേർഡ് വൺ ഹാഫ് ഇയേഴ്സ് ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ, ദറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ദിസ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണം. അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് ഇറ്റ്സ് എ ലയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൊടുക്കുക, 1 ടിക്ക്. അപ്പോൾ ആദ്യം ഏത് എഴുതുന്നുണ്ട്? ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ് 1,80,000. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ് 1,80,000. ഇനി എന്ത് ചെയ്യണം? ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എങ്ങനെ കാണാം? ഡിബെഞ്ചറിൻ്റെ എമൗണ്ട് എത്രയും നോക്കുക. ഡിബെഞ്ചർ 12% ഡിബെഞ്ചർ, ദാറ്റ് ഈസ് 12% ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. എമൗണ്ട് ഈസ് 30 lakh. അപ്പോൾ ഹാഫാണ് എന്ത് ചെയ്ത് ഡ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 30 lakh ഔട്ട്സ്റ്റാൻഡിങ്. 30 lakhs 3 lakhs. 30 lakhsൻ്റെ 12%, ദെൻ അതിൻ്റെ ഹാഫ് 6/12, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,80,000. ഓക്കെ, ദെൻ മൊത്തം വരുന്നത് 3,60,000. So finance cost will be 3,60,000. Okay,
ദെൻ അടുത്ത എക്സ്പെൻസ്, ഫൈനാൻസ് കോസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. Depreciation and amortization. Fifth one, depreciation and amortization. Okay, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അഡീഷണൽ ഇൻഫോർമേഷനിൽ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഡിപ്രീഷിയേറ്റ് പ്ലാൻഡ് ബൈ 15%. ഇതേ ഉള്ളൂ ഡിപ്രീസിയേഷൻ. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കണം. എക്സ്പെൻസ് ആണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത്. അപ്പോൾ ഡിപ്രീസിയേഷൻ പ്ലാന്റ് എത്രയുണ്ട് നോക്കുക. പ്ലാന്റ് എവിടെ ഉണ്ടാവും? ഡെബിറ്റ് സൈഡിൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് 33 ലാക്ക്, 33 ലാക്സ്. അതിൻ്റെ 15%. പ്ലാന്റ് 33 ലാക്സ്, 15%. 33 ലാക്സിൻ്റെ 15%. that is 4,95,000. അത് തന്നെയുള്ളൂ നമുക്ക് ഡിപ്രീസിയേഷൻ ഉള്ളത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് 4,95,000. ഓക്കെ, അടുത്ത എന്താണ്? അതർ എക്സ്പെൻസസും കുറച്ചുണ്ടാവും. അതുകൊണ്ട് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. സോറി, 6 അതർ എക്സ്പെൻസസ്. ഇവിടെ നമുക്ക് ഇട്ടെടുക്കാം അതർ എക്സ്പെൻസസ്. നമ്പർ 6. ഇനി ഏതൊക്കെ എക്സ്പെൻസസുകളുണ്ടെന്ന് നോക്കാം. പ്രീമിസസ് ഇല്ല, പ്ലാന്റ് ഇല്ല. എക്സ്പെൻസസുകൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് പി എന്നുള്ള ഇട്ടെടുത്ത് നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസ് ബാലൻസ് ഷീറ്റിലാണ് എഴുതുന്നത്. വേജസ് എഴുതി. ജനറൽ എക്സ്പെൻസസ് 68,350. പിന്നെ വരുന്നത് ജനറൽ എക്സ്പെൻസസ് ഉണ്ട്, അത് ടിക്ക് ചെയ്യണം. ജനറൽ എക്സ്പെൻസസ്. ദെൻ ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. ബാഡ് ഡെപ്റ്റിൻ്റെ കാര്യം, ബാഡ് ഡെപ്റ്റ് 21,000. അത് നമുക്ക് ജനറൽ എക്സ്പെൻസ് എഴുതാം. എന്നിട്ട് ഓരോന്നോരോന്ന് വരാം. ജനറൽ എക്സ്പെൻസസ് 68,350. ദെൻ അടുത്ത് ബാഡ് ഡെപ്റ്റ് എടുത്ത് നോക്കാം. ബാഡ് ഡെപ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ 21,100 ഇന്നർ കോളത്തിലേക്ക് എഴുതാം. അല്ല, ഇവിടെ തന്നെ എഴുതി 21,100 ബാഡ് ഡെപ്റ്റ്. ദാറ്റ് ഈസ് ഡെപ്റ്റേഴ്സ് എന്നുള്ള അസറ്റ്സ് വാല്യൂ കുറഞ്ഞു. ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ആഡ് പ്ലസ് ന്യൂ പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ക്രിയേറ്റ് 5% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ്. ക്രിയേറ്റ് 5%. ഇതാണ് ന്യൂ ആയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 5% ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡെപ്റ്റേഴ്സ് എത്ര എമൗണ്ട് നോക്കാം. ഡെപ്റ്റേഴ്സ് 8,70,000. അതിൻ്റെ 5% ആണ് ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഓൾഡ് പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1 മിനിറ്റ്. ഡെപ്റ്റേഴ്സ് 8,70,000. 8,70,000 5%. 8,70,000. 8,70,000 into 5%. Sorry, 43,500. Then
ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓൾഡ് പ്രൊവിഷൻ എവിടെ തന്നിട്ടുണ്ടാവുക? ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിലല്ല, ട്രയൽ ബാലൻസിൽ ഓൾഡ് പ്രൊവിഷൻ ക്രെഡിറ്റ് സൈഡിലായിരിക്കും തന്നിരിക്കുക. കാരണം അസറ്റ് മേലുള്ള വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അസറ്റ് മേലുള്ള പ്രൊവിഷനാണ്. അസറ്റ് ആകുമ്പോൾ ഡെപ്റ്റേഴ്സിന്മേലുള്ള പ്രൊവിഷൻ ക്രെഡിറ്റ് സൈഡിലായിരിക്കും തന്നിരിക്കുക. 35,000 ഇത് മൈനസ് ചെയ്യണം. ഓൾഡ് പ്രൊവിഷൻ 35,000 മൈനസ് ചെയ്യും. ഓക്കെ. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് പ്രിലിമിനറി എക്സ്പെൻസ്. നമ്മൾ സാധാരണ പറഞ്ഞിരുന്ന പ്രിലിമിനറി എക്സ്പെൻസ് അവിടെ എഴുതാം. ഇവിടെ അതർ എക്സ്പെൻസസിലാണ് എഴുതുക, അല്ലെങ്കിൽ വേറൊരു സ്ഥലവും കൂടെ പറഞ്ഞിരുന്നത് നമുക്ക് അതർ എക്സ്പെൻസസിലാണ് എഴുതുക. പക്ഷേ ഇവിടെ വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് 50,000. സോ അതിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പ്രിലിമിനറി എക്സ്പെൻസ് ഇവിടെ അല്ല എഴുതേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല എഴുതേണ്ടത്, അത് പിന്നെ പറയാം. പക്ഷേ ഇവിടെ പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഓഫ് 5,000 ഇതെവിടെ എഴുതണം, അതർ എക്സ്പെൻസസിൽ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് 1 ടിക്ക് ഇടാം. റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് അത് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തിരുന്നത്. പ്രിലിമിനറി എക്സ്പെൻസ് 5,000. അപ്പോൾ എല്ലാം ആഡ് ചെയ്യുക. 68 അതർ എക്സ്പെൻസസിൻ്റെ ടോട്ടൽ കിട്ടുന്നത് എങ്ങനെയാണ്? അതർ എക്സ്പെൻസ് ടോട്ടൽ കിട്ടുന്നത് 68,350 പ്ലസ് 21,100 പ്ലസ് 43,500. ദെൻ ബ്രാക്കറ്റിലിട്ടത് മൈനസാണ്. 35,000 പ്ലസ് 35,000 മൈനസ് ദെൻ 5,000 പ്ലസ് ചെയ്യുക. അങ്ങനെ നമുക്ക് കിട്ടുന്നത് നോക്കാം. 68,350 പ്ലസ് 21,100 പ്ലസ് 43,500 plus 5,000, then minus 35,000. That is 1,02,950. 1,02,950 ഇതാണ് നമ്മുടെ അതർ എക്സ്പെൻസ് വരുന്നത്. അതർ എക്സ്പെൻസ് 1,02,950. ഇപ്പോൾ എല്ലാ ഹെഡുകളും കഴിഞ്ഞു. ദെൻ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ടോട്ടൽ എക്സ്പെൻസസ് വരുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാണ്? 16,50,000 പ്ലസ് 11,82,50 പ്ലസ് 3,60,000 പ്ലസ് 4,95,000 പ്ലസ് 1,02,950 ഇറ്റ് ഈസ് ഈക്വൽ ടു 16,50,000 and 11,82,000, 3,60,000, 4,95,000, 1,02,950. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. 16,50,000 പ്ലസ് 11,82,50 പ്ലസ് 3,60,000 പ്ലസ് 4,95,000 പ്ലസ് 1,02,950 37,90,000. Okay, this is expense total.
ഇനി നമ്മളെന്താ ചെയ്യുന്നത്, ഇതും പ്രോഫിറ്റ്. ഇവിടെ എക്സെപ്ഷണൽ ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, that is this is 1 2 then this is 1 total income 1 and 2 1 minus 2. ഓക്കെ, 41 ലാക്കിൽ നിന്നും 41 ലാക്ക്, അതായത് 41,50,000 നിന്നും 37,90,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 3,60,000. 3,60,000. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ടാക്സ് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ബിഫോർ ടാക്സ് അല്ല. അപ്പോൾ ടാക്സ് എക്സ്പെൻസ്, ടാക്സ് നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്, ടാക്സ് ഇവിടെയാണ് അഡീഷണൽ ഇൻഫർമേഷനിലാണ് തരിക. ടാക്സ് പ്രൊവിഷനാണ് തരിക. പ്രൊവൈഡ് ഫോർ ഇൻകം ടാക്സ് 50%. അപ്പോൾ 3,60,000 50%, 3,60,000 50%, ദാറ്റ് ഈസ് ടാക്സ് എക്സ്പെൻസ്. ടാക്സ് ലെസ് ടാക്സ് 50%. 50% വരുമ്പോൾ അതിൻ്റെ പകുതി 3,60,000 പകുതി അല്ലേ, 50% ഓഫ് 3,60,000. That is 1,80,000. This is less ചെയ്യേണ്ട ഐറ്റാണ്. റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1,80,000. 3,60,000 നിന്ന് 1,80,000 മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു പ്രൊവിഷനാണ്, പ്രൊവിഷൻ. അപ്പോൾ അതും കൂടെ എഴുതി വെക്കാം. പ്രൊവിഷൻ ഫോർ ടാക്സ് 1,80,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,80,000 ആണ് എന്ത്, പ്രോഫിറ്റ് ഫോർ ദി പീരിയഡ്. പ്രോഫിറ്റ് ഫോർ ദി പീരിയഡ്. ഓക്കെ, പ്രോഫിറ്റ് ഫോർ ദി പീരിയഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ഫോർ ദ പീരിയഡ് EPS ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. EPS എന്ന് പറഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ. ഏണിങ്സ് എത്രയാണ്, ദാറ്റ് ഈസ് ഏണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഏണിങ്സ് എത്രയാണ്, 1,80,000. എവിടെ നിന്നാണ് നമുക്ക് ഏണിങ്സ് കിട്ടിയത്, ഇതാണ് ഏണിങ്സ്. 1,80,000 ഡിവൈഡഡ് ബൈ ഒന്ന് കട്ട് ചെയ്തിട്ടേ, ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടാം ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഷെയർ ക്യാപിറ്റൽ ഒരു ഷെയറിൻ്റെ പ്രൈസ് 100 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 40 lakhs വരുമ്പോൾ എത്ര ഉണ്ടാവും, 40,000 ഷെയർസ് ഉണ്ടാവും. 40,000 ഷെയർസ് 40,000 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 450. ദിസ് ഈസ് EPS. ബ്രാക്കറ്റ് ഇട്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാലൻസ് ഷീറ്റ് നോക്കാം.